സോ വെൽക്കം ബാക്ക് ഗായ്സ്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ എപ്പിസോഡിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മുടെ 10 പിന്നി നമ്മളെന്ന് പറയാൻ പറ്റില്ല, തെണ്ടി നമ്മളെ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക്, ഇങ്ങനെ ഒരു എന്താ പറയുക, ഓഫ് സിറ്റി എന്ന് വെച്ചാൽ ഈ സിറ്റി അല്ലാത്തൊരു സ്ഥലത്തേക്ക് അവൻ നമ്മളെ മാറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിറ്റിയിൽ നിന്ന് അവൻ നമ്മളെ ഇവിടേക്ക് മാറ്റി. കാരണം അധികം അവിടെ കളി കാര്യങ്ങളും വേണ്ടാന്ന് വിചാരിച്ചിട്ട്. നമ്മുടെ സ്വീറ്റ് ഇപ്പോഴും പ്രിസണിലാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് സ്വീറ്റിന് നമുക്ക് റിലീസ് ചെയ്യണമെങ്കിൽ, അവനെ ജീവനോടെ തിരിച്ച് കിട്ടണമെങ്കിൽ അവർ 10 പിന്നി ആവശ്യപ്പെടുന്ന കുറച്ച് ഡിമാൻഡ്സ് കാര്യങ്ങൾ, അവൻ ഉദ്ദേശിക്കുന്ന കുറച്ച് മിഷൻസ് കാര്യങ്ങൾ, അല്ലെങ്കിൽ അവൻ്റെ കുറച്ച് ദൗത്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് അവൻ പറഞ്ഞിരിക്കുന്ന ഒരു ആൾ, അതായത് ഇവർ ചെയ്ത ഈ 10 പിന്നി അവൻ്റെ ടീമും കൂടി ചെയ്ത ഒരു ക്രൈം നേരിട്ട് കണ്ട ഒരാളുണ്ട്. അയാളെ നേരെ അവൻ്റെ അവിടെ പോയിട്ട്, അവരുടെ സ്ഥലത്ത് പോയിട്ട് അവനെ കൊന്ന് ആ ഒരു ഫോട്ടോഗ്രാഫ് അല്ലെങ്കിൽ ആ ഒരു പിക്ചർ ഇവർക്ക് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാലാണ് ഫസ്റ്റത്തെ അവൻ്റെ ദൗത്യം, അവൻ ഡിമാൻഡ് ചെയ്ത ആദ്യത്തെ ദൗത്യം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു മൗണ്ടൈൻ്റെ മുകളിലാണ് ഈ പറയുന്ന ആളുടെ വീടെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമുക്കൊരു ഓഫ് റോഡാണ് നമ്മളിനി കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സ്ഥലത്ത് കൂടുതലും ഓഫ് റോഡ് കാറുകളും ഓഫ് റോഡ് ബൈക്കുകളാണ് കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു നല്ല കാറാണ്, ഒരു ലാൻഡ് ക്രൂസർ ടൈപ്പ്, പഴയ ഒരു ലാൻഡ് ക്രൂസറിൻ്റെ ഒക്കെ ടൈപ്പ് നല്ലൊരു ഓഫ് റോഡ് വെഹിക്കിളാണ്. ഈ മൗണ്ടൈനൊക്കെ കയറാൻ പറ്റിയൊരു നല്ലൊരു വെഹിക്കിളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് നൈസായിട്ട് നോക്കാം. നല്ല രസമുണ്ടോ ഇത്? നമ്മൾ ജസ്റ്റ് ഇപ്പോൾ മെഷീൻ കളിച്ചില്ലെങ്കിലും താഴത്തെ അവൈലബിൾ ആയിട്ടുള്ള കുറേ വണ്ടികളൊക്കെ വെച്ചിട്ട് നമുക്കിങ്ങനെ എന്താ പറയുക, ഓഫ് റോഡ് ഈ ഒരു മലയുടെ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ മേലൊക്കെ ഇതിൻ്റെ ടോപ്പിലൊക്കെ കയറി കഴിഞ്ഞാൽ നല്ല രസമാണ്. അപ്പോൾ അതൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ കളിക്കാനൊക്കെ നല്ല രസമാണ്. നമ്മൾ തന്നെ ചിന്തിച്ചിട്ട് ഇങ്ങനെ കളിച്ച് പോകുന്നൊരു സ്ഥലമാണിത്, ഈ ഒരു മൗണ്ടൈൻ എന്ന് പറയുന്നത്. നമുക്കെന്തായാലും ഇപ്പോൾ കുറച്ച് നേരത്തെ കണ്ട റൈറ്റ് സൈഡിലേക്കുള്ള ടേണിങ്ങാണ് ഈ മലയുടെ ഏറ്റവും ടോപ്പിലേക്ക് പോകുന്നൊരു വേ എന്ന് പറയുന്നത്. നമുക്കെന്തായാലും ഇപ്പോൾ അങ്ങോട്ട് പോകേണ്ട, നമ്മുടെ മെഷീൻ ഇപ്പോൾ അയാളെ കൊന്ന് അയാളുടെ ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്കെന്തായാലും ചെയ്യാം. ഓക്കെ, അതാണ്. അപ്പോൾ ഈ ഒരു ഫോറസ്റ്റ് ഏരിയയുടെ ഉള്ളിലാണ് അയാളുടെ സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ എന്തായാലും അവനെ കുറച്ച് ഷൂട്ടൗട്ടും കാര്യങ്ങളും ചെയ്ത് അവനെ പുറത്തേക്ക് ചാടിക്കണം. എന്നിട്ട് അവനെ ഫോളോ ചെയ്തിട്ട് വേണം നമുക്ക് അവനെ കില്ല് ചെയ്തിട്ട് അവൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. നേരെ പോയിട്ട് ഒരു നോയ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അവൻ എന്തായാലും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങണ്ടേ, അവന് പുറത്തേക്ക് ഇറങ്ങണമല്ലോ. ഓക്കെ, അവൻ വിടണം, അവൻ വാണം വിട്ട പോലെ പോവണം മുത്ത്. നമുക്കെന്തായാലും ഈ പറഞ്ഞ 2 വീലറായ കാരണം നമുക്ക് സ്ട്രെയിറ്റ് ഫയർ ചെയ്യാൻ പറ്റും. സ്ട്രെയിറ്റ് ഫയർ കിട്ടിയിട്ട് തന്നെ അവനെ നമുക്ക് പുറത്ത് ചാടിക്കണം. ഓക്കെ, അവൻ ചാടിയിട്ടുണ്ട്. അപ്പോൾ പറയണ പോലെ തന്നെ അവന് എന്ത് ചെയ്യുക, ഇനി ഒന്നും ചെയ്യാനില്ല, ഓനെ കൊല്ലുക, അവൻ്റെ ഫോട്ടോ എടുക്കുക, അതാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഓനെ കൊന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ക്യാമറ എടുത്തിട്ട് ഓനെ ഫോട്ടോ എടുത്ത് ഇനി നമ്മുടെ ആ ഒരു സ്ഥലത്ത് പോയിട്ട് അവനക്ക് ഇമെയിൽ ചെയ്ത് കൊടുക്കണം. ആർക്ക്? നമ്മുടെ എന്നാണ് പിന്നെ വരണേ, ആ 10 പെന്നിക്ക് ഓനല്ലേ ഇതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിക്കണേ. നമ്മുടെ സ്വീറ്റിൻ്റെ ലൈഫ് അത് മാത്രമാണ് നമ്മുടെ മുമ്പിലൊരു ഓൻ്റെ 10 പെന്നി ഇപ്പോഴും ജീവിച്ചിരിക്കണത്. സ്വീറ്റിൻ്റെ ലൈഫ് അവൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് മാത്രമാണ് 10 പെന്നി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ അവനെ പണ്ടേ CJ കൊന്നു കളഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും എനിക്ക് മോട്ടോർ സൈക്കിൾ വെച്ചിട്ട് ഞാൻ മനഃപൂർവ്വം പോകാത്ത കാരണം അത് വെച്ചിട്ട് നമുക്ക് ഞാൻ സോഫ്റ്റ് ലാൻഡ് ചെയ്യാനാണ് എനിക്ക് വയ്യ. സൈഡിൽ കൂടെ ഒക്കെ എല്ലാം നോക്കി പോകാൻ. ഇതാകുമ്പോൾ നമ്മളൊരു സോഫ്റ്റ് ലാൻഡ് അങ്ങ് ചെയ്യാം. പക്ഷേ ഇതൊരു 2 വീലർ വെച്ച് ചെയ്യണമെങ്കിൽ ഹെവി ഡാമേജ് ആയിട്ട് നമ്മൾ അപ്പം തന്നെ വേസ്റ്റഡ് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് മോട്ടോർ സൈക്കിൾ വെച്ചിട്ട് ചെയ്യാത്ത. ഓക്കെ, ബൈക്ക് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ സ്പോട്ടിൽ നമ്മൾ ചാവും. പക്ഷേ മറ്റേതില്ലേ, നമ്മുടെ നോർമൽ ആയിട്ടുള്ള സാൻ ആൻഡ്രിയാസ്, ഇതല്ല നെറ്റ്ഫ്ലിക്സിൻ്റെ അല്ലാത്ത നോർമലായിട്ടുള്ള സാൻ ആൻഡ്രിയാസിൽ അങ്ങനെ ഒരു ചെറിയൊരു ഡാമേജ് വരുന്നല്ലാണ്ട് അങ്ങനെ വേസ്റ്റഡ് ആവില്ല. പക്ഷേ ഇതിൽ എന്ന് പറയുമ്പോൾ വലിയ ഹൈറ്റിൽ നിന്നൊക്കെ 2 വീലറിൽ നിന്നൊക്കെ ചാടിക്കഴിഞ്ഞാൽ അത് നേരത്തെ എത്തണോട് കൂടിയിട്ട് നമ്മൾ അപ്പം തന്നെ വേസ്റ്റഡ് ആവും. രക്തം തുപ്പി തന്നെ നമ്മൾ ചാവും ഗൈസ്. അപ്പോൾ അതിന് നല്ലത് നമ്മളൊരു കാറിൽ ചാവുക. അപ്പോൾ അത്രയും ഡാമേജ് നമുക്ക് കിട്ടില്ല. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ സ്ഥലത്തേക്ക് കിടക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ്. ഇനിയിപ്പോൾ നേരെ അവൻ ആ റൂമിൽ പോയിട്ട് ഈ ഫോട്ടോ 10 പിന്നിക്ക് അയച്ചിട്ട് ആ ഒരു വിക്ടിമിനെ തട്ടി എന്നുള്ള തെളിവ് അവിടെ കൊടുക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗൈസ് ഇന്നത്തെ മെഷീൻ. അപ്പോൾ അടുത്തൊരു മെഷീനായിട്ട് കാണുന്നവരെ നമുക്ക് വീണ്ടും കാണാം.